മുതലപ്പൊഴി ഒരു കാഴ്ചയിടം. നിലവിൽ ചില പ്രശ്നങ്ങൾ നടക്കുകയാണെങ്കിലും മുതലപ്പൊഴി എന്ന സ്ഥലം സഞ്ചാരികൾക്ക് ഒത്തിരി ആശ്വാസം കിട്ടുന്ന ഒരിടമാണ്. പാലത്തിന് മുകളിൽ നിന്ന് രണ്ട് കാഴ്ചകളാണ് നിലവിലുള്ളത്. പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിലേക്ക് വിലയിക്കാൻ കാത്തു നിൽക്കുന്ന കായൽ, ഇപ്പോൾ മണ്ണ് നിറഞ്ഞു കിടക്കുന്ന ഈ ഇടം. ഇതിനു മുൻപാണെങ്കിൽ ഇവിടെ വന്നാൽ ഈ സ്ഥലം കാണാൻ വളരെ മനോഹരമാണ്. കടലും കായലും ഒന്നിച്ചു ചേരുന്ന കാണാൻ പറ്റും. അതുവഴി മത്സ്യബന്ധന ബോട്ടുകൾ എപ്പോഴും പോകുന്നതും വരുന്നതും കാണാൻ പറ്റും. ഇനി കിഴക്ക് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ, അതായത് പാലത്തിൻ്റെ മറ്റേ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ വിശാലമായി കിടക്കുന്ന കായൽ പരപ്പ്, അതിൽ നിറയെ ബോട്ടുകൾ, മത്സ്യബന്ധന ബോട്ടുകൾ, ഇടതുവശത്തും വലതുവശത്തുമായി മത്സ്യബന്ധനത്തിന് വേണ്ടിയുള്ള മാർക്കറ്റ്. അവിടെ എപ്പോഴും തിരക്കുകളാണ്. പ്രത്യേകിച്ചും പ്രഭാതത്തിൽ മുതൽ ഏകദേശം ഒരു ഉച്ചവരെ നല്ല തിരക്കുള്ള ഒരു ബീച്ചാണിത്, ഈ സ്ഥലമാണിത്. പാലത്തിൽ നിന്ന് നേരെ പൊഴിയോര ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ വഴിയുണ്ട്. കല്ലുപാകിയ വഴിയിലൂടെ സൂക്ഷിച്ച് നടക്കുക, അങ്ങ് അറ്റം വരെ പോകാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് മണ്ണിലേക്ക് ഇറങ്ങാം. നല്ല ഭംഗിയുള്ള കടൽ തീരം, മാലിന്യം തീരെയില്ല. കനത്ത തിരമാലകളും ഇപ്പോൾ അവിടെ ഇല്ല. വലുപ്പത്തിലുള്ള മുക്കണ്ണൻ സിമൻറ്റ് ബ്ലോക്കുകളുടെ ഒരു വലിപ്പം അറിയണമെങ്കിൽ അതിൻ്റെ അടുത്ത് പോയി നോക്കണം. തിരകളിൽ അങ്ങനെ കളിച്ചുല്ലസിക്കുവാനായിട്ട് ഫാമിലികൾ വരുന്നുണ്ട്. പക്ഷേ ആരും കടലിലേക്ക് ഇറങ്ങി കളിക്കുന്നില്ല, ആ ഒരു ധൈര്യം കാണിക്കുന്നില്ല. കാരണം ഈ ഭാഗം നല്ല ആഴമുള്ളൊരു ഏരിയയാണ്. ഫോട്ടോഗ്രാഫിക്ക് പറ്റിയൊരു ആംബിയൻസ്. നേരം മാറുന്നതോടെ ഇവിടെ മുഴുവൻ നല്ല ചൂട് പരക്കുന്നുണ്ട്. ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും നല്ലത് സായാഹ്നങ്ങളാണ്. പക്ഷേ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനാണ് വരുന്നതെങ്കിൽ പാലത്തിൻ്റെ കീഴ്ഭാഗത്ത് എപ്പോഴും നല്ല തണലും സൗകര്യങ്ങളും കിട്ടും. അത് ഏത് നേരത്ത് നിങ്ങൾക്കിവിടെ വരാം, മീൻ പിടിക്കാം. പൊഴിയോരം ഉടൻ തന്നെ തുറക്കും. മഴക്കാലം വരുന്നതോടെ എല്ലാം പഴയതുപോലെയാകും. എന്നാൽ പൊഴിക്കപ്പുറം നല്ല ബീച്ചുണ്ട്. ഇതിപ്പോൾ മഴക്കാലം വന്നാലും നമുക്കവിടെ വരാം. അടുത്തൊക്കെ നല്ല ഭക്ഷണശാലകളുമുണ്ട്. നാടൻ ഭക്ഷണം കിട്ടും. ആൾക്കാരും നല്ല മനുഷ്യസ്നേഹികളാണ്. ഒരു കുഴപ്പവുമില്ല, ഇടപെടാനൊക്കെ നല്ല ആൾക്കാരാണ്. വടക്കോട്ടുള്ള വഴിയിലൂടെ നേരെ പോയാൽ അഞ്ചുതെങ്ങ് കോട്ടയും അതുവഴി വർക്കലയും എത്തിച്ചേരാൻ പറ്റും. അത് തെക്കോട്ടാണ് വരുന്നതെങ്കിൽ, ഈ ഭാഗത്തോട്ട് വരുന്നെങ്കിൽ നമുക്ക് വേളി, വെട്ടുകാട്, എയർപോർട്ട് റോഡ് അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കുള്ള ഒരു സൗകര്യ യാത്രയുമാണ്. എന്തായാലും ഈ ഒരു മണൽപ്പരപ്പ് മുഴുവൻ നല്ല കാഴ്ചകളാണ്. സൗകര്യം കിട്ടിയാൽ ഇവിടെ വന്ന് കാണുക. കുറച്ച് ദിവസം വരെ, ഇനി കുറച്ച് ദിവസം കൂടിയൊക്കെ ഇതൊക്കെ ഇവിടെ ഉണ്ടാകും. കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് കാണാൻ പറ്റിയ, ഒരു സായാഹ്നം ചെലവഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഏരിയയാണ്. കഴിവതും ആൾക്കാർ ഇവിടെ എത്തിച്ചേരുക. ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോവുക. അത് കുട്ടികൾക്കും അല്ലെങ്കിൽ മുതിർന്നവർക്കും എപ്പോഴും ഒരു അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എനിവേ, താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. ബൈ.